എല്ലാവർക്കും പരിശുദ്ധിയുടെ ഈദാശംസകൾ നേരുന്നതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. നാം എല്ലാവരും ധന്യത ആഗ്രഹിക്കുന്നവരാണ്, തേടുന്നവരാണ്. സാമ്പത്തികമായ ധന്യത എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടി നാം എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട സാമൂഹികമായ ധന്യത, അറിവുണ്ടാക്കേണ്ട ധന്യത, ആരോഗ്യം നൽകേണ്ട ധന്യത, ഇങ്ങനെ സമയത്തിലും മറ്റെല്ലാ പ്രവൃത്തിയിലും പ്രകൃതി കിട്ടുന്ന പല വിഭവങ്ങളുടെ ധന്യത ഉണ്ടാകുമ്പോഴാണ് സർവോപരി ഒരു മനുഷ്യൻ സംതൃപ്തിയുള്ള വ്യക്തിയായി മാറുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ യുദ്ധമുണ്ടാക്കുന്ന മനപ്രയാസങ്ങൾ, അതുപോലെ തന്നെ മറ്റു സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പല കാര്യങ്ങളും ചെയ്യാൻ അനുവദിക്കാത്തതിൻ്റെ പേരിലുണ്ടാകുന്ന സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും പലർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇത്തരം പലതരം പ്രശ്നങ്ങൾ കടന്നു പോകുമ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ മനസ്സ് ധന്യതയിൽ നിലനിർത്താൻ ആഗ്രഹിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. തീർച്ചയായും നമ്മുടെ മനസ്സമാധാനം എന്ന് പറയുന്നത് ധന്യതയുള്ള മനസ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും ധന്യതയുള്ളവരായി ജീവിക്കാൻ, അതിൽ എന്തൊക്കെയാണോ നമുക്ക് ആവശ്യമുള്ളത് അത് നേടിയെടുക്കാൻ സസൂക്ഷ്മം ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞ് എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു.